കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്നത്തെ നമ്മുടെ അതിഥി റിട്ടയർഡ് ഡിവൈഎസ്പി KE പ്രേമചന്ദ്രനാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ കഥ? നമ്മുടെ പിണറായിയിൽ ഒരു കൂട്ടക്കുല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാതാപിതാക്കളും മകളും ഉൾപ്പെടെ 3 പേരെ എലിവിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഒരു സൗമ്യയുടെ കഥ. സൗമ്യ ചില്ലറക്കാരി ആയിരുന്നില്ല. ഈ സൗമ്യയെ വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെ വലയിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് KE പ്രേമേന്ദ്രൻ. സൗമ്യയ്ക്ക് പക്ഷേ ഒത്തിരി ജീവിതം ഉണ്ടായില്ല. റിമാൻഡിൽ കഴിയവേ കണ്ണൂർ വനിതാ ജയിലിൽ അവർ ജീവനൊടുക്കി. അപ്പോൾ ഈ കൊലപാതകത്തിന്റെ നാൾവഴികൾ, സൗമ്യ എന്ന ആ ഒരു വീട്ടമ്മയെ ഇതിനകത്തേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ, എങ്ങനെയാണ് ആ മനസ്സ്, ഒരു സാധാരണ വീട്ടമ്മയുടെ മനസ്സ് 3 പേരെ മാതാപിതാക്കളും മകളെയൊക്കെ കൊല്ലുന്ന തരത്തിലേക്ക് രൂപപ്പെട്ടതിന്റെ നാൾവഴികളിലൂടെയാണ് ഇന്നത്തെ ചാർജ് ഷീറ്റിന്റെ സഞ്ചാരം. പ്രേക്ഷകർക്കും ഒപ്പം റിട്ടയർഡ് ഡിവൈഎസ്പി KE പ്രേമചന്ദ്രൻ ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവൾ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ കഥ എങ്ങനെയാണ് അവൾ പറയുന്നത്? എങ്ങനെയാണ് പറയുന്നത്? ആ കഥ എങ്ങനെയാണ്? അവൾ എന്തുകൊണ്ട് കൊന്നു, എങ്ങനെ കൊന്നു? കൊടുത്തു എന്ന് പറഞ്ഞ ആള് ഭക്ഷണത്തില് പിന്നെ ആദ്യത്തെ കുട്ടീനെയോ? ഫസ്റ്റ് മരിച്ച കുട്ടി അല്ല, അതല്ല, അത് ഓൾറെഡി നമുക്ക് മെഡിക്കൽ റെക്കോർഡിനകത്ത് നോർമൽ ഡെത്ത് ആണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല. എങ്ങനെ ആദ്യം മോളെ കൊല്ലാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാ അവള് പറയുന്നത്? അല്ല, അതിനെ കുറിച്ച് അവളൊരു മാനസിക അസ്വസ്ഥ സമയത്തുള്ള ഈ ചില ആൾക്കാർ എങ്ങനെയാ മോൾക്ക് അവള് വിഷം കൊടുത്തത്? എങ്ങനെയാ? പിന്നെ ഭക്ഷണത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ഈ മീൻ കറിയിലൊക്കെ. മീൻ കറിയില് പിന്നെ ദോശ. അത് മോക്ക് മാത്രമായിട്ട് കൊടുക്കും? അല്ല, എല്ലാവർക്കും കുറച്ച് കൊടുത്തിരുന്നു. എല്ലാവരും കൊടുക്കുക. ആദ്യം മോള് പോയി, അതിന് സമയമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ സ്ലോ ഡെത്ത് ആണ് ഈ സമയം എടുത്ത്. കുട്ടി എന്നാലും ബോഡി വീക്ക് ആയതുകൊണ്ട് വളരെ വേദന പെട്ടെന്ന് കുട്ടിയെ ബാധിച്ചു. കുട്ടി ആദ്യം പോയി. ആ കുട്ടി മരിച്ചു എന്നുള്ള കഥ ഇവൾ എന്താ പറയുന്നത്? ഇവൾക്ക് അന്നേരത്തേക്ക് ഇവളുടെ ഒരു മാനസികാവസ്ഥ ഇവൾ എന്താ പറയുന്നത്? അല്ല, അത് മീൻസ് സാധാരണ അസുഖം ഒന്നും മരിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇത് സമ്മതിച്ചു മോളെ കൊന്നു. യെസ്. അതിനുശേഷം മാതാപിതാക്കള് യെസ്. ഇവർക്ക് 3 പേർക്കും ഒരേ സമയം ഇത് കൊടുക്കുന്നുണ്ട്. എത്ര നാളെടുത്തിട്ടാ ഇവൾ ഈ പോയിസൺ കൊടുത്തത് ശരിക്കും? ഒരു 3-4 മാസത്തേ ഉള്ളൂ. ആ മീൻസ് ജനുവരി തുടങ്ങിയാണ്. അപ്പോ കുട്ടിക്ക് വീക്കാവണമെന്ന് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ അച്ഛൻ കുറച്ച് നല്ല ഹെൽത്തി ആണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയി. അച്ഛനാണോ അവസാനം മരിക്കുന്നത്? അത് കഴിഞ്ഞ അമ്മ, കുട്ടി കഴിഞ്ഞ അമ്മയും തമ്മിൽ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ ഇവൾ ഇത് എവിടുന്ന് ഇത് വാങ്ങിയത് ശരിക്കും? ടൗൺ. അപ്പൊ ഇവളെ കുറ്റസമ്മത മൊഴി നടത്തുകയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ മകളെയും കൊന്നതെന്ന് ഇവള് കുറ്റസമ്മത മൊഴി നടത്തി. നിങ്ങൾ 6 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തും. ഈ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എവിഡൻസുകൾ എന്തെല്ലാം അപ്പോഴത്തേക്ക് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞു? അല്ല, നമുക്ക് പ്രധാനപ്പെട്ടത് ഇതാണ്, ബ്രേക്കിംഗ് ആണ്. പക്ഷെ ആ ബ്രേക്കിങ്ങിന് കോടതിയിൽ വാല്യൂ ഇല്ലല്ലോ ശരിക്കും ആ കുറ്റസമ്മത മൊഴിക്ക്. സയന്റിഫിക് എവിഡൻസും പിന്നെ നമ്മൾ ഈ ഒരു മരണത്തിന്റെ പ്രത്യേകതയുണ്ടല്ലോ, 3 മരണത്തിന്റെ. അപ്പൊ അതിൽ ഒരുപാട് പിന്നെ സയന്റിഫിക് എവിഡൻസ് ഒരുപാട് കിട്ടിയിരുന്നു നമുക്ക്. അതിനകത്തൊന്ന് ഈ പോയിസൺ, ഈ എലിവിഷം വാങ്ങിയ കട എവിടെയായിരുന്നു ശരിക്കും? അത് ടൗണില് പഴയ ബസ് സ്റ്റാൻഡ്. അവള് തന്നെ പോയി വാങ്ങിയതാണ്. വേറെ ആരും സഹായമില്ല. ഈ കൊലപാതകങ്ങളിൽ വേറെ ആരുടെയും സഹായം ഇല്ല. ഈ അങ്ങനത്തെ ഒരു ഉദ്ദേശം നിങ്ങൾ ചോദ്യം ചെയ്ത ആളുകൾക്കൊന്നും റോളില്ല. അവരൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അവളുമായിട്ടുള്ള സൗഹൃദത്തിന്, ഇവളുടെ ഈ സൗഹൃദ, ഈ പുരുഷ സൗഹൃദങ്ങൾക്ക് ഇവരൊക്കെ തടസ്സമാകുന്നു എന്ന് അവൾ പറഞ്ഞു. ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനു കൊന്നു എന്ന് അവള് പറയുന്നത്? അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം, അതിന് ഞാൻ എല്ലാവരെയും സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ അങ്ങനെ ഓരോരുത്തരായിട്ട് തീർത്തു എന്നുള്ളതാണ് അവള് പറയുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോ ഇവളുടെ പിന്നെയുള്ള ആക്ഷൻ എന്താ? പിന്നീട് ഇവളെ നമ്മള് അല്ല, അവളുടെ ഒരു മാനസിക നില, നിങ്ങളോട് പെരുമാറ്റം കരഞ്ഞുകൊണ്ടാണോ ഈ അഡ്മിറ്റ് ചെയ്യുന്നത്? അവൾ കരച്ചിലൊന്നുമില്ല, വളരെ ബോൾഡായിട്ട് ഉണ്ടായിരുന്നത്, നല്ല രീതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവളെ നമ്മള് സംരക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. കുറ്റസമ്മത മൊഴി തരുമ്പോ അവൾക്കൊരു ഒരു 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 ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവൾ കഥ എങ്ങനെ പറഞ്ഞു? മീൻകറിയിലാണോ പ്രധാനമായിട്ട് കൊടുത്തത്? മീൻകറി അവിടെ ഉണ്ടാവുന്ന എല്ലാ കാര്യത്തിലും, മീൻകറി ആയാലും പിന്നെ ഈ പറയുന്ന ദോശ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ദോശയിലും മീൻകറിയിലും എല്ലാം കുറേശ്ശെ എലിവിഷം ഇങ്ങനെ ചേർത്ത്. അപ്പൊ ഒരു തവണയാണ് എലിവിഷം വാങ്ങിയിട്ടുള്ളത്? കുറെ തവണ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം വാങ്ങിയത് മൊത്തം. എത്ര എണ്ണം വാങ്ങിയായിരുന്നു നിങ്ങളുടെ അന്നത്തെ? ഒരു ബോക്സ് ഉണ്ട്, കവറായിട്ട് വാങ്ങിയിരുന്നത്. 2 അത് ട്യൂബ് കവർ വരുന്ന സാധനം, ബോക്സ് വരുന്ന സാധനം. എന്നിട്ട് ട്യൂബാണോ ഇത് ശരിക്കും? ട്യൂബല്ല, പൊടിയാണ്. ഓ, എലിവിഷം പൊടിയാണ്. അപ്പൊ അത് കുറേശ്ശെ ഇട്ടു അല്ലേ? ട്യൂബ് എന്നത് പശവല്ല, പേസ്റ്റ്. പലതരത്തിലുണ്ട്. അപ്പൊ ഇവള് ഈ 3 പേരുടെയും കൊന്നത് അഡ്മിറ്റ് ചെയ്യുന്നത് വൈകുന്നേരം 6 മണിയോടുകൂടി. 6 മണിക്ക് നിങ്ങൾ അറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് തന്നെ രേഖപ്പെടുത്തിയ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നെക്സ്റ്റ് പിന്നെ ഇവിടെ നമുക്ക്
കോടതിയിൽ ഹാജരാക്കുക. അല്ല, തെളിവെടുപ്പൊന്നും അന്നില്ല, പിന്നെ അല്ല, കസ്റ്റഡി. അന്നില്ല, പിന്നെ കസ്റ്റഡി വാങ്ങി. അപ്പോൾ അപ്പൊ കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിച്ചു. Yes, yes. എവിടെയാണ് കോടതിയിൽ ഹാജരാക്കാൻ? തലശ്ശേരി കോടതി. തലശ്ശേരി മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും. ആ, വീട്ടിൽ. വീട്ടിൽ. അവിടെ കൊണ്ടുപോയപ്പോ എന്താ ഇവള് മജിസ്ട്രേറ്റിനോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? മജിസ്ട്രേറ്റൊന്നും ഇത് സമ്മതിച്ച് കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു. റിമാൻഡ് റിപ്പോർട്ടായി റിമാൻഡ് ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം കസ്റ്റഡി വാങ്ങി നമ്മള്. കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് 10 എന്തല്ല ദിവസം. ചെയ്തത്? അല്ല, ഒരാഴ്ചയായിട്ട് വാങ്ങി. എന്താ ചെയ്തത്? കസ്റ്റഡി വാങ്ങുക അപ്പൊ ഇവളെ ഈ പോലീസ് റിസ്ക് ആണ് ശരിക്കും അവളെ കസ്റ്റഡി വാങ്ങുക എന്നുള്ളത്. അത് മീൻസ് എന്തൊക്കെ രീതിയിലുള്ള റിസ്ക് ആണ്? ഹൈലി സൂയിസൈഡ് ടെൻഡൻസി ഉള്ള കക്ഷിയായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? അത് അവളെ പല വാക്കുകളിൽ നിന്നും അവളെ എന്താണ് അവള് പറയുന്നത്? വാക്കുകളിൽ എന്താ പറയുന്നത്? എനിക്ക് ജീവിക്കാൻ പറ്റില്ല, സൂയിസൈഡ് തന്നെ അവള് പറഞ്ഞു. യെസ്, ഞാൻ മരിക്കും. യെസ്. 10 വനിതാ പോലീസിനെയാണ് പോലീസ് സ്റ്റേഷൻ ഒരു റൂമിനകത്ത് ചുറ്റുവരുത്തുക രാത്രി. ഇവൾക്ക് ചുറ്റും യെസ്, 10 വനിതാ പോലീസ്. നമ്മൾ തന്നെ പോയിട്ട് ബാത്റൂമും ഒക്കെ നോക്കി അവിടെ ബ്ലേഡോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി. 10 ഇവളുടെ ഡ്രസ് കോഡ് ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ ചുരിദാറിലൊക്കെ തൂങ്ങാലോ. ടോയ്ലറ്റൊക്കെ വനിതാ പോലീസ് സാധനത്തിൽ അവർ വാദം നടക്കാൻ സമ്മതിക്കില്ല. വളരെ വളരെ ഒരു 5 ദിവസം നമ്മൾ ഇവിടെ സൂക്ഷിച്ചത്. വളരെ റിസ്ക് ആണ്. കാരണം ഡ്രസ് ഇട്ട് പോയാലും പ്രശ്നമാണ്. ഇല്ല, നമ്മൾ വനിതാ പോലീസിന് 10 പേരുണ്ടായിരുന്നു. പിങ്ക് ഒക്കെ അടക്കം നമ്മൾ 10 വനിതാ പോലീസ്. ഇവിടെ 5 പേരെ ഇട്ടിട്ട് ചുറ്റുകൊടുത്തിരിക്കും. ഇവളെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴുള്ള അവസ്ഥ എന്താ? വീട്ടിലൊക്കെ കൊണ്ടുപോകുമ്പോ? വീട്ടിലൊക്കെ പോകുമ്പോ അവള് കരഞ്ഞൊന്നുമില്ല. ഇല്ല. ഈ മൃതദേഹം അടക്കിയ സ്ഥലത്തെല്ലാം ചെല്ലുമ്പോൾ അവളുടെ ഇല്ല, കരഞ്ഞൊന്നുമില്ല. കരച്ചിലൊന്നുമില്ല. വളരെ ബോൾഡാണ്. കരച്ചില് അതാണ് ഒരു മാനസികമായി. ചില സമയങ്ങളിൽ നമ്മള് ചില സമയങ്ങൾ മാത്രമേ. ഇപ്പം ജയിലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തിരിച്ച് കോടതിയിൽ വരുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞാൽ എപ്പോഴും കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എടുത്തുമ്പോൾ കരയുക. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തുമ്പോൾ അത് പാസ് ചെയ്യുമ്പോൾ കരയുക. ഷർട്ടിനും കരയില്ല. അപ്പോൾ 5 ദിവസത്തെ തെളിവെടുത്തു. ഈ 5 ദിവസം നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവൾ എന്താ പറയുക? വളരെ ഫ്രീ ആയിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. രാത്രിയൊക്കെ വനിതാ പോലീസ് നല്ല ഹാപ്പി. ഭക്ഷണം കഴിക്കും. പക്ഷെ ഇടയ്ക്ക് അവള് ഞാൻ മരിക്കൂന്ന് പറയുന്നുണ്ട്. എന്താ അവള് പറയുന്നത്? ഞാൻ എങ്ങനെ മരിക്കൂന്ന്? അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഓർമ്മകൾ അവളെ അലട്ടുന്നുണ്ടെന്ന് അവള് പറയുന്നുണ്ട്. എന്റെ മക്കളുടെ മുഖം, മാതാപിതാക്കൾ. അതാണ്, അതൊരു സാഹചര്യം സംഭവിച്ചു. അവളെ മെന്റൽ അവസ്ഥ അവളെ അങ്ങനെ ചെയ്യിപ്പിച്ചു. അതൊരു മാനസിക രോഗമാണ്. പറയാൻ നോക്കണമെങ്കിൽ. അപ്പൊ അവള് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തി, പിന്നെ 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കി വീണ്ടും ജയിലിലേക്ക് നീങ്ങും. അതിനുശേഷം കുറ്റപത്രം പിന്നെ വേണ്ട. അവള് സൂയിസൈഡ് ചെയ്യുന്ന പിന്നെ എത്ര ദിവസം കൊണ്ടാ? അല്ല, കുറ്റപത്രം കൊടുത്തു നമ്മള്. എത്ര ദിവസം കൊണ്ട്? വളരെ വേഗത്തിന് കൊടുത്തു നമ്മള്. അതിനുശേഷമാണ് മരണം ഉണ്ടാകുന്നത് അവളുടെ. അതാണ് അവിടെ മീൻസ് അവള് വളരെ ടാക്ടിക്സ് ആയിട്ട് ചെയ്ത സംഭവമാണ്. കാരണം നോർമലി നമ്മൾ ഓൾറെഡി ജയിലിൽ അവരോട് പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കണം, ഹൈലി സെൻസിറ്റീവ് ആണ്. കണ്ണൂർ വനിതാ ജയിൽ. ഹൈലി അതുപോലെ ടെൻഡൻസി ഉള്ള ആളാണ്. അപ്പൊ അവര് വളരെ പ്രിക്കോഷൻ എടുത്തതാണ്. പിന്നെ എങ്ങനെയാണ് അവിടെയാണ് അവള് കളിച്ച കളി. എന്താ അവള് ചെയ്തത്? അവള് ടോട്ടലി മാറി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവള് അവിടെ ടോട്ടലി മാറി. അതായത് അവൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റൂല. അല്ല, അവൾക്ക് ചെയ്യണമെങ്കിൽ അവിടെ സാഹചര്യം എന്താ അവള് ഉണ്ടാക്കിയെടുത്തു? അവള് ഇതൊക്കെ ഒരു ഒറ്റക്ക് ജീവിക്കാതെ മാറി ആക്റ്റീവായി അവിടെ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. അവള് എന്തോ പഠിക്കണൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവള് സ്റ്റിച്ചിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. വളരെ ആക്റ്റീവ്. 1 മാസം അവിടെ വളരെ ആക്റ്റീവ് ആയിരുന്നു അവിടെ. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കായി ഇവളെ ഫ്രീ ആക്കാൻ ആയിപ്പോയി അവിടെ. അതായത് അവളെ മാക്സിമം ഉണ്ടാക്കിയൊരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മരിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറെടുക്കുക, അതാണ്. അതിനുവേണ്ടി ഹാപ്പി ആകുക, ജയിൽ ജീവനക്കാരുടെ ശ്രദ്ധ കുറക്കാനുള്ള പരിപാടി. അങ്ങനെ വളരെ ഹാപ്പിയായി അവിടുത്തെ സ്വന്തം ആളായി മാറി. എന്നിട്ട് എങ്ങനെയാ തൂങ്ങി മരിക്കായിരുന്നു? എവിടെയാ തൂങ്ങി മരിച്ചത്? മരത്തിന് മുകളിൽ. ആരും ശ്രദ്ധിച്ചില്ല. ഫ്രീ ആക്കി വിട്ടുമല്ലോ. പിന്നെ അവൾ ഉണ്ടാവില്ല അവര് മീൻസ് ഞാൻ ചെയ്യില്ല എന്ന്. ഇപ്പൊ പോലീസ് കസ്റ്റഡി അങ്ങനെ ആയിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ അവള് വളരെ എപ്പോഴും ഞാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിരുന്നു. അപ്പൊ അത് അവള് മനസ്സിലാക്കി. നമ്മള് അത് ഇവിടെ പറഞ്ഞു, അവൾക്കറിയാം ഇവിടെ അത് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ അവര് പ്രിക്കോഷൻ എടുക്കുന്ന അറിയാം, മുൻകരുതലുണ്ട്. മരിക്കാൻ വിടില്ല എന്ന് അവൾക്ക് തോന്നി. എടുത്തു. അങ്ങനെ അവള് മരണത്തിന് ഒരുങ്ങാൻ വേണ്ടി സന്തോഷം അഭിനയിച്ചു, അല്ലേ? അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ. അങ്ങനെ നിങ്ങൾ കുറ്റപത്രം എത്ര ദിവസം കൊണ്ട് കൊടുത്തു? ശരിക്കും 90 days കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 90 days കൊണ്ട് കൊടുത്തു. പിന്നെ ചാർജ് അബേറ്റ് ചെയ്ത് പ്രതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചാർജ് കൊടുത്തു, കുറ്റപത്രം സമർപ്പിച്ചു. പിന്നെ പ്രതി മരിച്ചതിന്റെ റിപ്പോർട്ട് പിന്നെ കൊണ്ടേ കൊടുത്തോ? അല്ല, അതിന്റെ കൂടെ തന്നെ കൊടുക്കും, വാങ്ങിയിട്ട്. അങ്ങനെ കൊടുക്കും. അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചു. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. അങ്ങനെ ആ ചാപ്റ്റർ, ആ കേസ് അന്വേഷണം നിങ്ങളെ പഠിപ്പിച്ച പാഠം എന്താണ്? നിങ്ങൾക്ക് എന്തു തോന്നി ആ കേസ് അന്വേഷണം നടത്തി? അല്ല, അത് നമ്മള് ഒരു മരണവും നമ്മള് നിസ്സാരമായി കാണാൻ പാടില്ല. പോലീസ് വളരെ എന്താ പറയേണ്ടത്,
അതിൻ്റെ ഒരാഴ്ച ഒരു ഇൻസിഡൻറ്റിൻ്റെ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നിർണായകമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന എവിഡൻസുകൾ, അതിപ്പോൾ നമ്മൾക്ക് സാക്ഷിമൊഴികളാവാം, സയൻറ്റിഫിക് എവിഡൻസുകളാവാം, അതുപോലെ മറ്റുള്ള എവിഡൻസുകളാവാം, മെറ്റീരിയൽ എവിഡൻസുകളാവാം, എന്തായാലും അത് ഒരു വിത്തിൻ 1 വീക്കിനകത്ത് നമ്മളത് കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്താൽ നമുക്ക് ഏത് കേസും തെളിയിക്കാം. തെളിയിക്കാൻ വേണ്ടി ഈ പറ്റും. പിന്നെ സൗമ്യമായിട്ടുള്ള നിസ്സാരമായ കേസുകളൊക്കെ നമ്മൾ ഇപ്പം ഈ 174 ഉണ്ട്, നമ്മൾ ഈ അണച്ചെടുത്തൊക്കെ, അതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളാൻ വേണ്ടി പാടില്ലാന്ന് പറഞ്ഞു. അതാണ് ഈ പിന്നെ ഇവിടെ വേറെ പ്രശ്നം, എനിക്ക് അന്ന് എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ നമ്മൾ പ്രഷർ തരുക എന്ന സംഭവമുണ്ട് പോലീസ്, കാരണം ജോലി അത് ഡിറ്റക്ഷൻ ആക്കുക. അപ്പം അത് ഉണ്ടായില്ല. കാരണം വെച്ചാൽ മേഡമൊക്കെ ആണെന്നതിൽ ASP എന്ന നിലയിൽ മേഡം ഇവിടെ ശരിക്കും പറഞ്ഞാൽ പഠിക്കുകയാണ് എൻ്റെ കൂടെ വന്നിട്ട്. മീൻസ് നമുക്കൊരു മേഡത്തിന് അറിയുന്ന കാര്യം, പക്ഷെ എന്നാലും നമ്മോടൊന്നും നമ്മൾ ചെയ്യുന്നതിനകത്ത് തടസ്സപ്പെടുത്താതെ മേഡം അത് നന്നായിട്ട് ഇൻസ്ട്രക്ഷൻ തരുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതും കൂടെ ഒന്ന് അംഗീകരിക്കുന്നതായിരുന്നു ചെയ്യുന്നത്. അതുപോലെ SP ആയാലും DPC ജില്ലാ പോലീസ് മേധാവി ശിവക്രം സാറായാലും അങ്ങനെയാണ്. യാതൊരുവിധ പ്രഷറും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇത് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണ്ടേ, നമ്മൾ കറക്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഒരു പ്രഷർ ഇല്ലാത്തൊരു അന്വേഷണം നടത്താൻ വേണ്ടി സാധിക്കണം. ഈ സൗമ്യയെ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്തല്ലോ, ആ ഒരു ഇന്റിമസി അവസാനം നിങ്ങളെ മെറൂൺ ടീഷർട്ട് ഇട്ട ആൾ വന്നാലും ഞാൻ പറയുന്നു എന്ന് പറയുന്നിടത്തേക്ക് അവരെത്തിയല്ലോ. അപ്പൊ നിങ്ങൾ ഇവരെ എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലൊരു കഥ കിട്ടിയില്ല. കഥ കിട്ടി? ഇവര് നിങ്ങളും തമ്മിൽ എങ്ങനെയാ ആ സമയത്തുള്ള നിങ്ങളുടെ ഒരു മാനസിക, ഒരു പെണ്ണാണല്ലോ, അതെ. ഒരു അമ്മയാണ്, ഒരു സഹോദരിയാണ്, നമുക്കും ഉണ്ട് അല്ല, അമ്മ. ഞാനതിനകത്ത് അവരെങ്ങനെയാണ് വില? ഒരു സഹോദരി എന്ന രീതിയിൽ ആദ്യം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ സംസാരിച്ചിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ സംസാരിക്കാൻ ഇല്ല നമ്മൾക്ക് അവിടെ. മീൻസ് ഡയറക്റ്റ് ചോദിക്കുകയുണ്ട്, നിങ്ങൾ കൊന്നില്ലേ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. പറ്റില്ല. ഒരിക്കൽ പോലും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു സഹോദരി എന്ന നിലയിലും സഹോദരൻ എന്ന നിലയിലും നിന്റെ വിഷമങ്ങൾ വിഷമങ്ങളും അവരൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അവരെന്തെല്ലാം സങ്കടങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് നിങ്ങളോട്? ശരി, ഒരുപാട് മറ്റ് അങ്ങനെ മോശമായിട്ടൊന്നുമല്ല, ഒറ്റപ്പെടും അങ്ങനെ കാര്യങ്ങളൊക്കെ. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പല മാനസിക വിഷമങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് കുടുംബം മുമ്പോട്ട് പോകേണ്ട ഒരു പ്രശ്നമുണ്ടല്ലോ. ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒറ്റപ്പെടലും ഒറ്റക്ക് ജീവിക്കാനുള്ള ആഗ്രഹവും അവരെ അപ്പോൾ സാമ്പത്തിക പരാതി എടുക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അവസാനം കൊലപാതകയായി. പിന്നെ അവർക്ക് അത് താങ്ങാൻ പറ്റാത്ത അവർ. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നിച്ച് ഒരു സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നാളെ വലിയൊരു കുടുംബത്തിനൊരു ഇത് വരും. നേരെ മറിച്ച് ഇത് ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്ത് ഇവളും സ്വയം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാക്കാനില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാലോ വേണമെങ്കിൽ ആ ലെവലിലേക്ക്. അവളെ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചിടത്തോളം ആ സ്ത്രീയുടെ അത് നിങ്ങളുടെ ഒരു നന്മയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞാലോ. ശരിക്കും അന്നത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നന്മ ഒരു ലൈംഗികമായ ഒരു ആർത്തിയുള്ള ഒരു സ്ത്രീയാണ് അവർ. അതിനുവേണ്ടി അവരുടെ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഇത് ചെയ്തതെന്നുള്ള നിലക്കെല്ലാം വാർത്തകൾ വന്നു. വാർത്തകളൊക്കെ വരാം. പക്ഷെ അതൊക്കെ അവരെ ബന്ധങ്ങളിൽ പേഴ്സണൽ ബന്ധങ്ങൾ ഒരുപാട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊന്നും ഇതുമായി ബന്ധപ്പെടുന്നില്ല. അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടോ അല്ല അങ്ങനെ ഒരു സാഹചര്യം ഇത് ചെയ്യാൻ സാഹചര്യം ബന്ധമില്ല. അതുമായിട്ട് ബന്ധമില്ല. അപ്പം അങ്ങനെ അവരെ പിടിച്ചു. അതൊന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ബന്ധമില്ല. അങ്ങനെ ബന്ധത്തിന്റെ ഒരു പ്രേരണ വേണ്ട, അല്ലെങ്കിൽ ഒരു കാരണം വേണ്ട. അങ്ങനെ ഒന്നും ഈ വരുന്ന റിപ്പോർട്ടിൽ കണ്ടതുപോലെ ഒരു അങ്ങനത്തെ ഒരു ഈ ആളുകൾ വരുമ്പോ, ഈ ഇവളെ തേടി വരുന്ന ഇവളുടെ സുഹൃത്തുക്കൾ വരുമ്പോ ഈ വീട്ടിലുള്ള അമ്മയും അച്ഛനും അങ്ങനെ അവിടെ ആരും വരാറില്ലല്ലോ. അവിടെ ആരും വരാറില്ല. കഥകൾ പയ്യൻ മാത്രമേ ഉള്ളൂ. അത് ഫാമിലി പയ്യനാണ്. എനിക്ക് തോന്നുന്നു ഈ പയ്യൻ പിന്നീട് മാരേജ് ചെയ്തു. അതിന്റെ അത് കുറച്ച് സ്ട്രൈക്ക് ചെയ്ത സംശയം. ഇവളായിട്ട് സൗഹൃദമുള്ള ഈ ചെറുപ്പക്കാരൻ വേറെ കല്യാണം കഴിച്ചു. ഇതെല്ലാം ഒരു ഘടകമായി മാറി. അല്ലല്ല, അത് ഇവളെ സൂയിസൈഡിന്, ഇവള് മരിച്ചതിന് ശേഷം. അല്ലല്ല, കുട്ടികളൊക്കെ മരിച്ച ശേഷം, ഇവള് ജയിലായതിനു ശേഷമാണ് അവൻ കല്യാണം കഴിച്ചത്. അതെയോ? അതായിരിക്കും അവളെ മരണത്തിലേക്ക്. അങ്ങനെ ഒരു മാനസിക വിഷമം പറയാൻ പറ്റില്ല. സൂയിസൈഡിലേക്ക് നല്ല നല്ല ആഴത്തുള്ള ബന്ധമായിട്ട് അല്ലെ. എന്തായാലും ആ കേസന്വേഷണം നിങ്ങൾക്ക് നൽകിയ പാഠം എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മരണവും ചെറുതായി കാണരുത്. എല്ലാം നമ്മൾ നോക്കിയിരിക്കണം അല്ലെ. ഓക്കെ, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഈ മരിക്കാൻ വേണ്ടി ഒരാൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത്, മരിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കാൻ ഹാപ്പി ആയിരിക്കുക, ഒടുവിൽ ജയിലിൽ തന്നെ ജീവൻ കൊടുക്കുക. തൻ്റെ മകളെയും മാതാപിതാക്കളെയും കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആ സ്ത്രീ എത്തി. ഇതൊക്കെ സമൂഹത്തിനുള്ള ഒരു പാഠമുണ്ട്. ഒരു മനുഷ്യന്റെ മനോവ്യവഹാരങ്ങൾ മാറുന്നത് നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ കുടുംബത്തിൽ 4 മരണമൊന്നും ഉണ്ടാകില്ല. കുറച്ചുകൂടി ജാഗ്രത സമൂഹം കാണിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ. സൗമ്യയും പോയി, ആ മകളും 2 പെൺകുട്ടികളും പോയി, അച്ഛനും അമ്മയും പോയി. ഇത് വിധിയെന്ന് പറയാൻ പറ്റില്ല. ഒരു ക്രൂരമായ മാനസികാവസ്ഥയിൽ സൗമ്യ എത്തുകയായിരുന്നു. ഇത് മനുഷ്യരിൽ എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് കെ പ്രേമേന്ദ്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞ കഥകളൊന്നും അത്ര ശരിയല്ല. അവർ ഈ ലൈംഗിക ആർത്തിക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ വന്നിരുന്നു. അതൊക്കെ തെറ്റാണ്. അവർക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു, അത് ശരിയുമാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഒരു നിരീക്ഷണ പാഠവും വേണം എന്ന് ഈ സൗമ്യ പിണറായി കൂട്ടക്കല നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത കെയ്ക്കും നന്ദി, നമസ്കാരം.